നമസ്കാരം, എൻ്റെ പേര് അക്ഷിത അരുൺ. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാളകങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ആഗസ്റ്റ് 5. 1947 ആഗസ്റ്റ് 5 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ അനന്തത്തിലേക്ക് പറന്നുയർന്ന ദിനമാണ്. ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും നമ്മിൽ പ്രകടമാകുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെ ജീവത്യാഗത്തിന്റെ ഫലമാണെന്ന് നാം ഒരിക്കലും വിസ്മരിക്കരുത്. രാഷ്ട്രപിത മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്ന് 2025 എത്തിയപ്പോഴേക്ക് ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടി കയറുകയാണ്. സാംസ്കാരിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയെല്ലാം ഇന്ത്യ കുതിക്കുന്നു. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ, രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം ഇല്ലാതാകുന്നു. കൊലപാതകം, കൊള്ളയപ്പം, സ്ത്രീപീഡനങ്ങൾ, സ്ത്രീധനമരണങ്ങൾ ഓരോ ദിവസവും കൂടുന്നു. ഇന്ത്യ 74 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഭാരതത്തോടുള്ള കൂടുതൽ സ്നേഹവും നമ്മുടെ പ്രവൃത്തികളിൽ പ്രകടമാകണം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരനാണ് എന്ന വാക്ക് ഹൃദയത്തിലേറ്റി പറയാൻ നമുക്ക് സാധിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തിയ ദിനം കൂടിയാണ് ആഗസ്റ്റ് 5. ഭാരതത്തോടുള്ള കൂടുതൽ സ്നേഹം നമ്മുടെ പ്രവൃത്തികളിൽ പ്രകടമാകണം. നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നതിയിലേക്ക് ചുവട് വയ്ക്കാം. ജാതി, മത, വർഗ, വർണ്ണ ചിന്തകൾക്ക് അതീതമായി മനുഷ്യർ പരസ്പരം സഹായിക്കുന്ന ഭാരതത്തിനായി നമുക്ക് പരിശ്രമിക്കാം എന്ന ആഹ്വാനത്തോടെ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.